ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കൊങ്കണ് വരാനുള്ള കാരണങ്ങൾ, ഇപ്പോൾ കുട്ടികളിലെ കണ്ണിലുണ്ടാകുന്ന പവർ വേരിയേഷൻസ്, അതുപോലെ തന്നെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് നമ്മൾ ജന്മനാൽ തന്നെ ചില കുഞ്ഞുങ്ങളുടെ കാഴ്ചയ്ക്ക് അപാകത വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങൾ കുട്ടിയുടെ കണ്ണിന്റെ തുടർന്നുള്ള പരിശോധനയിലൂടെ മാത്രമേ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം പിറവിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ കണ്ണിനെ ബാധിച്ചേക്കാം. എന്നാൽ മറ്റു ചില പ്രശ്നങ്ങൾ കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ചാണ് കുട്ടിയുടെ കണ്ണിന്റെ അപാകതയായി വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറിന്റെ വേരിയേഷൻ അത് പല പ്രായത്തിലാണ് ഉണ്ടാവുക. ഹൈപ്പർമെട്രോപ്പിയ, ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പവറിന്റെ വ്യതിയാനങ്ങൾ കുഞ്ഞിന്റെ കണ്ണിനെ ബാധിക്കുകയും അത് കാഴ്ചക്കുറവിലുപരി ചില സന്ദർഭങ്ങളിൽ കൊങ്കണിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. പിന്നെ ഇതുകൂടാതെ കണ്ണിന്റെ ഉള്ളിൽ റെറ്റിനയിൽ ഉണ്ടാകാവുന്ന ചില ഗുരുതരമായ രോഗങ്ങൾ, ചിലപ്പോൾ ക്യാൻസർ വരെ ബാധിക്കാവുന്ന അവസ്ഥ കണ്ണിന്റെ റെറ്റിനയിൽ ഉണ്ടാകാം. ഇത്തരം രോഗങ്ങളും കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാക്കി കൊങ്കണിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു കണ്ണിൽ മാത്രം തിമിരം വരികയാണെങ്കിൽ അത് കാഴ്ചയെ ബാധിക്കുകയും അത് കൊങ്കണിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് വന്നുള്ള പരിശോധനയിലൂടെ മാത്രമേ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ.